നമ്മളൊരിക്കലും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലല്ല അത് ചെയ്തത്. ഡാപ്സി ഇതൊക്കെ വളരെ സ്നേഹം നിലനിർത്തുന്ന ആൾക്കാരാണ്. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വയലന്റ് ജോണറിലുള്ള ഒരു സ്റ്റൈലിഷ് മൂവി. സൂപ്പർ മൂവിയാണ്. ട്രൈ ഞാൻ അങ്ങനെ വയലൻസ് കാണാറില്ല, ബട്ട് ദെൻ ഐ ഫെൽ വെരി ഇമോഷണലി അറ്റാച്ച്ഡ് ടു ഇറ്റ്. തോന്നിപ്പോവും, നല്ലോണം തോന്നിപ്പോവും. മലയാളം ദിസ് ക്രോസ്ഡ് എവ്രിവൺസ് എക്സ്പെക്ടേഷൻ ഇൻ മലയാളം. ഭയങ്കര റെസ്പോൺസ് ആണോ? അടിപൊളി. തിയേറ്റർ വല്ല പള്ളിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അല്ല, പള്ളി പോകാൻ പറ്റില്ല, പള്ളിയിൽ 1 മണിക്കല്ലേ. ഫസ്റ്റ് തിയേറ്റർ നേരത്തെ വന്നായിരുന്നോ? അല്ല, ഞാൻ ഷാനൈസിലുണ്ടായിരുന്നു. ഫസ്റ്റ് ഷോ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ റെസ്പോൺസ്? നല്ല റെസ്പോൺസ് ആയിരുന്നു. അടിപൊളിയാണ്. നിങ്ങളേക്കും കാണാൻ വേണ്ടി വന്നതാണ്. ഞാനൊന്നും അങ്ങോട്ട് പോട്ടെ. ഗംഭീരമായിട്ട് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. അടിപൊളിയാണ്. വളരെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും ന്യൂ ജനറേഷൻ ആയിട്ടുള്ള പ്രേക്ഷകരുടെ മനസ്സറിയുന്ന പ്രൊഡ്യൂസറാണെന്ന് എല്ലാരും പറയുന്നുണ്ട്. ആ മെസ്സേജുകളൊക്കെ പറയുന്നത് സന്തോഷം. പാട്ടുകളുടെ ഒക്കെ വന്നപ്പോഴേക്ക് മനസ്സറിയുന്ന പ്രൊഡ്യൂസറാണെന്ന് പറയുന്നത്. അല്ല, ആക്ച്വലി നമ്മളൊരിക്കലും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലല്ല അത് ചെയ്തത്. പക്ഷെ പലരും നമ്മളൊരു നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു, ചിലർ പോസിറ്റീവ് ആക്കുകയും ചെയ്തു. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചെയ്തു. നമ്മൾ ഡാപ്സി ഇതൊക്കെ വളരെ സ്നേഹം നിലനിർത്തുന്ന ആൾക്കാരാണ്. ഉറപ്പായിട്ടും ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്തത്. അപ്പോൾ എനിക്ക് സിനിമയെ കുറിച്ചൊന്നും അറിയില്ല, ഒരു ടെക്നിക്കൽ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകനായിട്ടാണ് ഈ സിനിമ മൊത്തം കണ്ടത്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. പക്ഷെ അതൊരു ഭയങ്കര ഡയറിങ് അറ്റംപ്റ്റ് ആണല്ലോ, കാരണം എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമ. അല്ല, അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മൂവി അത്. അപ്പൊ ഇതന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ യൂത്തും ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കധികം പ്രായമില്ല, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ പടത്തിലേക്ക് വന്നത്. ഇല്ല, അവർക്ക് പൂജാ സെറമണിക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരല്ലേ. ആര് ഷർഫിനൊക്കെ ആണ് ഉദ്ദേശിച്ചത്? അല്ല, അവരൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്. റിയാസ് ഖാൻ അത് OTT ഉണ്ടാവും, അത്രേ പറയാനുള്ളൂ. കുറച്ച് പോയിട്ടുണ്ട്, അത് OTT ഉണ്ടാവും. അല്ല, നമ്മൾ പരമാവധി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സെൻസർ പിന്നെ സെൻസർ അവര് മോശമായിട്ടല്ല, അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ട് അവർ പരമാവധി ചെയ്തു തന്നിട്ടുണ്ട്. അല്ല, ആ ബാരിയർ തീരുമാനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഈ എന്ത് കാണിക്കണം എന്നുള്ള. അപ്പൊ അവിടെ നിങ്ങൾ എന്താ ഡിസ്കഷൻ പൊതുവെ ഉണ്ടായിരുന്ന? അല്ല, നമ്മൾ റിക്വസ്റ്റിംഗ് മോഡായിരുന്നു. നമ്മൾ ചെയ്തു വെച്ചത് എന്താണോ, ഹനീഫ് എന്താണോ ചെയ്തു വെച്ചത്, ഉണ്ണി എന്താണോ ചെയ്തു വെച്ചത്, അത് കംപ്ലീറ്റ്ലി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ സെൻസർ ഓഫീസർ അവരുടെ ലിമിറ്റേഷൻ വെച്ചുള്ള കാര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട്. ക്ലൈമാക്സിൽ കണ്ണ് കുത്തിയിട്ടാണ് സീരിയൽ പലരും കണ്ടത്. ഫാമിലി ഓഡിയൻസിന് അല്ല, ഞാൻ കണ്ണു തുറന്നാ കണ്ടത്. ഞാൻ ആക്ച്വലി ഫാമിലി ഫസ്റ്റ് ഹാഫ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അല്ല, ഇത് ഫാമിലി ഓറിയന്റഡ് വയലൻസ് സിനിമയാണ്. മാർക്കോ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കാര്യത്തിലും ഫൈറ്റ് സീക്വൻസസിൻ്റെ കാര്യത്തിലും വയലൻസിൻ്റെ കാര്യത്തിലും ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ദേ ഹാവ് ഡൺ ദെയർ ബെസ്റ്റ്. ആൻഡ് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വയലന്റ് ജോണറിലുള്ള ഒരു സ്റ്റൈലിഷ് മൂവി എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഐ തറലി എൻജോയ്ഡ്. ഞാൻ ഇനി മിക്കവാറും 3-4 ഞാൻ ചെറിയൊരു റോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷോ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ദ മേക്കിംഗ് ആൻഡ് ഓൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാണാൻ സാധിച്ചപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി ബ്രില്യൻറ്റ്. ബട്ട് ഈ ലെവലിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഐ എം സോ ഹാപ്പി. സ്റ്റൈലിഷ് ആണ്, ബിക്കോസ് ആ ഒരു സ്റ്റൈൽ ഈ മൂവി മേക്കിങ്ങിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റുള്ള ഭാഷകളിൽ ഇതേപോലെ സ്റ്റൈലിഷ് ഹീറോ എൻട്രി ഒക്കെ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓ വാവ് എന്തൊരു സ്റ്റൈലാണ്, നമ്മൾ വിസിലൊക്കെ അടിച്ച് കാണാറുണ്ട്. ശരിക്കും നമ്മുടെ മലയാളികൾക്ക് ഈ ഒരു സ്റ്റൈല് സത്യം പറഞ്ഞാൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഇൻ ടേംസ് ഓഫ് വയലൻസ്. ആ ഒരു ജോണറിൽ മലയാളികൾക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഈ മൂവി. സൂപ്പർ മൂവിയാണ്. സൂപ്പറാണ്. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് കാണുമ്പോൾ? ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ല, സെക്കൻഡ് പാർട്ട് കുറച്ച് കൂടിയാണ്. പക്ഷെ എനിക്ക് വയലൻസ് ഇഷ്ടമില്ലാത്ത കാരണം. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ് മൂവി. പക്ഷേ വയലൻസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ സിനിമയിലെ വയലൻസിന് ഒരു കാരണമുണ്ട്. അത് കാരണം എനിക്ക് ഇഷ്ടമായത്. ഞാൻ അങ്ങനെ വയലൻസ് കാണാറില്ല, ബട്ട് ദെൻ ഐ ഫെൽ വെരി ഇമോഷണലി അറ്റാച്ച്ഡ് ടു ഇറ്റ് ബിക്കോസ് ആ ഇമോഷണൽ ബോണ്ട് കാരണം ഐ വാണ്ടഡ് ടു വാച്ച് ഇറ്റ്. ലാസ്റ്റ് പാർട്ട് ഐ ഗോട്ട് സ്കെയർഡ് ബട്ട് ഐ വാസ് ഹാപ്പി വിത്ത് എൻഡിങ്. തോന്നിപ്പോവും, നല്ലോണം തോന്നിപ്പോവും. ഇപ്പോൾ ഉണ്ണിച്ചേട്ടനെ കുറിച്ച് ഉണ്ണിമൂന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഇത് ഇതിലെ ഓരോ സീനുകളും വന്നത്. അപ്പോൾ ഫൈറ്റുകളാണ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട്. ആ ഒരു സെക്ഷനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? മ്യൂസിക് He was like amazing in the movie. He's so hot. I love him. Unni Mukundan nailed it. Unni Mukundan and every way he justified the action hero role. നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ പ്രൗഡാണ് ഇങ്ങനത്തെ ഒരു പടത്തിൽ എൻ്റെ ഒരു ഡെബ്യൂ പെർഫോമൻസ് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടാൻ ഭയങ്കര പ്രൗഡാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി, നല്ല ആങ്സൈറ്റി ഒക്കെ ഉണ്ടായി. പക്ഷേ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് ഇത്രയും
ഈ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത്. പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഒരു 18 വയസ്സിൽ 20 വയസ്സ് 22 വയസ്സിന് മുകളിലുള്ളവരെ കാണാൻ പറ്റുള്ളൂ, അത്രയും വയലൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ 18-20 വയസ്സുള്ളവരൊക്കെ കുറേ വയലൻസ് കണ്ടിട്ടില്ലേ വേറെയുള്ള ലാംഗ്വേജസിൽ, അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഓക്കെ. മലയാളത്തിൽ ഇപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വയലൻസ് മൂവി കണ്ടിട്ടുണ്ടോ? മലയാളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. മലയാളം ദിസ് ക്രോസ്ഡ് എവ്രി വൺസ് എക്സ്പെക്ടേഷൻ ഇൻ മലയാളം. നമ്മുടെ ദുർഗശേഷി ആണെങ്കിലും അഭിമന്യു ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇഷാൻ ചേട്ടനാണെങ്കിലും ഒരു ഡെബ്യൂ ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു മൂവിയിലേക്ക് ഇത്രയും പേര് ഡെബ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് അവരുടെ ഒരു? അതുകൊണ്ട് ഡയറക്ടേഴ്സ് കോൾ, ഡയറക്ടർ അത് ചൂസ് ചെയ്തുകൊണ്ടല്ലേ അവരൊക്കെ റോള് കിട്ടിയിട്ടുള്ളത്. ദേ ഡിഡ് വെരി വെൽ. ഓക്കെ, അവരുടെ എല്ലാം കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ളതാണ്. സോ അത് എത്രത്തോളം വർക്കൗട്ട് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ റോളുകൾ? ഓഫ് കോഴ്സ് എല്ലാ മലയാളം മൂവീസ് ഇപ്പം അങ്ങനെയല്ല, എല്ലാം പുതിയ കാസ്റ്റ് അല്ലേ, എല്ലാവരും നന്നായി ചെയ്യുന്നു, എല്ലാവരും ഹീറോസ് ആവുന്നു. അതേപോലെ തന്നെ ഇതിലും ബ്രോ അടിപൊളി പടമാണ് ബ്രോ, എനിക്കിഷ്ടപ്പെട്ട്. ഏതാണ് പെർഫോമൻസ് ഓൾ ഒക്കെ ഗുഡാണ്. അതിനകത്ത് ബ്രൂട്ടിൽ വയലൻസ് ഭയങ്കര സീനാണ്, ഭയങ്കര ഒരു നമ്മളൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോവും. പിന്നെ വിസിലടിക്കാൻ കുറേ സീനൊക്കെ ഉണ്ട്, ഒക്കെ അടിപൊളിയാണ്. ആ ബീജമും എല്ലാം ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് അത് വേണം, അതെന്തായാലും മസ്റ്റ് വാച്ച്. ഇനി തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. നമ്മുടെ പാട്ടുകളൊക്കെ പറയുന്നത് ചോരപ്പുഴയുടെ ഒരു ആ പാട്ട് വെറുതെ കിടിലം, ഒന്നും പറയാനില്ല. ആ പാട്ടിൽ വെറുതെ സീനാണ്. ആ ഇന്റർവെല് ആവാൻ നേരത്തെ വെറുതെ ഒരു മാസ് ഫൈറ്റ് ഉണ്ട്, കിട്ടില്ല. ഈ സിനിമയിലുണ്ടല്ലേ ഫൈറ്റുകളൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു സ്റ്റൈലുണ്ട്. പിന്നെ ഒരു അതിനകത്ത് മറ്റേ ചെവി പറിച്ചിടിക്കണ കടിച്ച് പറിക്കണ സീനുണ്ട്, പൊളി. ജഗദീഷും സീനാണ്, ഉണ്ണിയൊന്നിനും സീനാണ്. പിന്നെ മറ്റേ ഇവനുണ്ട് നല്ല ലാസ്റ്റ് വന്നവൻ, അവനും വെറുതെ സീനാണ്. എല്ലാവരും ഒപ്പത്തിനൊപ്പം ഒന്നിനൊന്ന് മെച്ചമായിട്ട് എല്ലാവരും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ താഴെ ഇല്ല, 18+ ആണ്. വളം ആ ഒരു കണ്ടാൽ മതി.